നിന്നെ ഒന്നിനും കൊള്ളില്ല, നിന്നെ കൊണ്ടൊരു പ്രയോജനവുമില്ല. മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒന്നാണല്ലേ ഇത്തരത്തിലുള്ള റിജക്ഷൻസ്. എവിടെ ചെന്നാലും റിജക്ഷൻ, ആരും ഒരു വിലയും നൽകുന്നില്ല. ചിലപ്പോൾ കുറ്റം മാത്രം പറയും, അല്ലെങ്കിൽ പൂർണ്ണമായും അവഗണിച്ച് മാറ്റി നിർത്തും. ഈ ഒരു സിറ്റുവേഷനിലാണോ നീ? എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. നിനക്കൊരു കഴുതയെ പറ്റി അറിയുമോ? ജെറുസലേമിലേക്ക് പോകുന്ന വഴി യാത്രയ്ക്കായി യേശു തിരഞ്ഞെടുത്ത ഒരു സാധാരണ കഴുതയെ പറ്റി. സമൂഹത്തിൽ വലിയ വിലയൊന്നുമില്ലാത്ത ജീവിയാണ്, ഒന്നിനും കൊള്ളില്ല എന്നും ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, അതിനെ അഴിച്ചുകൊണ്ടുവരികയും എനിക്ക് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ആ പറഞ്ഞ നിമിഷം തന്നെ അതിൻ്റെ ജീവിതം മാറി. ഇതുവരെ എല്ലാവരും മാറ്റി നിർത്തിയിരുന്നു ആ കഴുതയെ. പക്ഷെ ഇപ്പോൾ അത് രാജാവിനെ ചുമക്കുന്ന വാഹനമായി. ഇപ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആർക്കും വേണ്ടാത്ത നിന്നെ ദൈവത്തിന് വേണമെങ്കിൽ എത്ര വലിയ മാറ്റമാണ് നിന്റെ ജീവിതത്തിൽ വരുന്നതെന്ന്. അതുകൊണ്ട് ഇന്നത്തെ റിജക്ഷൻസ് ഒന്നും കാര്യമാക്കേണ്ട. അതൊക്കെ ഒരു പുതിയ തുടക്കത്തിനായിട്ടുള്ള ഒരുക്കമാണ്. നിന്നെ റിജക്റ്റ് ചെയ്തവരുടെ മുമ്പിലൂടെ അല്ലെങ്കിൽ അവരുടെ നടുവിലൂടെ നിന്നെ മാന്യനാക്കി നടത്തുവാനുള്ള തയ്യാറെടുപ്പ്. ആര് നിന്നെ റിജക്റ്റ് ചെയ്താലും അത് നിനക്ക് വിലയില്ലാത്തത് കൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണത്. അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെയും ശരിയാകും.